ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ BJP എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവരെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? BJP രാഹുൽ ഗാന്ധി ഒരു 10, 500, 1000 ആൾക്കാരെ കൊണ്ട് യാത്ര നടത്തിയാൽ രാജ്യം മുഴുവൻ BJP ഭയപ്പെട്ട് പിന്നോട്ട് പോകുമെന്ന്. BJP ഇതിലും വലിയ തീക്കനലിലൂടെ നടന്നു വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഇതിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ഇതിലും വലിയ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. BJPക്ക് രാഹുൽ ഗാന്ധിയെ കണ്ട് പേടിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ രാഹുൽ ഗാന്ധി ചരിത്രമൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിക്കുന്നവരും ഇപ്പോഴത്തെ യാത്രയുടെ ഭാഗമായിട്ടുള്ളവരുമൊക്കെ ഈ മണിപ്പൂരിലും മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതാണ്. ഇപ്പൊ വലിയ സമാധാനത്തിന്റെ കടയാണല്ലോ തുറക്കാൻ പോകുന്നത്. ഈ സമാധാനത്തിന്റെ കട 1990കളുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി? 1990, 93, 94, 97 വർഷങ്ങളിലൊക്കെ മണിപ്പൂരിൽ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്, ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 93 വിഖ്യാതമായിട്ടുള്ള മണിപ്പൂർ കലാപത്തിൽ 150-ലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? ആ സമയത്ത് മണിപ്പൂർ ഭരിച്ചിരുന്ന ആരാണ്? ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ടാണല്ലോ രാജ്യം മുഴുവൻ യാത്ര നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തൊട്ടടുത്ത സംസ്ഥാനം ഈ കലാപം നടന്നു എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടാകും എന്ന് പറയുന്ന മിസോറാം സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റം എത്രയായിരുന്നു അവിടെ? 1-ൽ നിന്ന് ഞങ്ങൾ 5-ലേക്ക് വളർന്നപ്പോ കോൺഗ്രസ് 5-ൽ നിന്ന് 1-ലേക്ക് താഴെ പോവുകയാണ് ചെയ്തത്. അത്രയും വലിയ സ്വീകാര്യത കോൺഗ്രസിന് ലഭിച്ചുവെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ജനകീയ തെരഞ്ഞെടുപ്പിൽ അത് കാണണ്ടേ? ആ സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? പിന്നെ രാഹുൽ ഗാന്ധിയെ കണ്ട് ഭയപ്പെടാൻ മാത്രം രാഹുൽ ഗാന്ധി അത്ര വലിയ ഒരു ഭീകര സംവിധാനം വലുതുമാണോ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ? രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടേതായിട്ടുള്ള രാഷ്ട്രീയം പറയാം, BJP വിരുദ്ധത പറയാം, BJP വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം, BJP വിരുദ്ധമായി മുന്നണികളിൽ ആളുകളെ ചേർക്കാം, അവരുടെ പാർട്ടികളെ ഒരുമിച്ച് ചേർക്കാം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് BJP ഭയങ്കരമായി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ വേണ്ടി ആളുകളുമായി കൂട്ടം ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തിയപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളതിൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ CPM-ന്റെയും DYFIയുടെയും SFIക്കാരെ അടികൊണ്ട് ഓടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയെ, കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തോട് ഇടതുപക്ഷം കാണിക്കുന്ന അവരുടെ മനോഭാവത്തെ, അവർ കാണിക്കുന്ന അക്രമ സ്വഭാവത്തെ BJP ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസിന്റെ യാത്രയിൽ അക്രമം സൃഷ്ടിച്ചു? പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമല്ലേ? രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായ ജനകീയമായിട്ടുള്ള ഒരു വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവും അതിനകത്തില്ല. അടികൊണ്ടോടുന്ന സാഹചര്യം കേരളത്തിൽ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി കാണാത്തത്? അപ്പൊ കേരളത്തിലെ വിഷയങ്ങൾ നിങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾക്ക് ആകെ ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന 19 MP-മാർ, നിങ്ങളുടെ ആകെ MP-മാരുടെ പകുതിയിലധികം MP-മാർ കേരളത്തിൽ നിന്നാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ മത്സരിക്കാനുള്ളതാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇതേ CPM-ന്റെയും SFIയുടെയും DYFIയുടെയും അടികൊണ്ട് നിങ്ങൾ ഓടുന്ന സാഹചര്യമുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ നിങ്ങളുടെ യാത്ര നടക്കുന്ന ഒരു സ്ഥലത്തുമില്ലല്ലോ. അത് മിസോറാമിലുമില്ല, മണിപ്പൂരിലുമില്ല, മേഘാലയയിലുമില്ല. ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ആസാമിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ യാത്ര നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടുറോഡിൽ നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗത്ത് ആരെങ്കിലും മറ്റു തിരിച്ചുള്ള പ്രതിഷേധവുമായി വന്നിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായി കാണേണ്ടതുള്ളൂ. അതിനൊക്കെ ഭയപ്പെട്ട് ഓടുന്നതാണോ കോൺഗ്രസ്? അത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഒരു വലിയ റാലി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു വലിയ നേതാവ് നയിക്കുന്ന റാലി അങ്ങനെ BJPക്കാർ 4-5 പേര് പൊടിവീഴ്ചാൽ ഓടിപ്പോകുന്നതാണോ? അപ്പൊ എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്നിട്ട് അതിനെ നിങ്ങൾ പർവ്വതീകരിക്കുകയാണ്. എന്ത് വെച്ചിട്ട്? രാഹുൽ ഗാന്ധിയുടെ യാത്ര വരുന്നതോടുകൂടി ഭയപ്പെട്ട് BJP വല്ലാതെ അങ്ങ് പിന്നോട്ട് പോകുന്നു, രാജ്യം മുഴുവൻ പിന്നോട്ട് പോകുന്നു. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി കാണാനും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണം എടുത്തൊന്ന് പുറത്തേക്ക് പറയാനും അതിലുണ്ടായിട്ടുള്ള വിഷയങ്ങളൊന്ന് എല്ലാ തരത്തിൽ അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാനും ഒക്കെ നിങ്ങൾ തയ്യാറായാൽ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ ജനങ്ങൾ കാണും, ആ സംസ്ഥാനത്തെ ആൾക്കാർ കാണും, രാജ്യത്തെ ജനങ്ങൾ കാണും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതെങ്കിൽ ഇന്നലെ ഏതായിരുന്നു ദിവസം? ഈ രാജ്യം മുഴുവൻ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ പ്രദേശങ്ങളും സാധാരണക്കാരും എല്ലാ വിഭാഗം ആളുകളും രാജ്യത്തൊരു മഹത്തായിട്ടുള്ള കർമ്മം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു.
അപ്പൊ അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അത് രാഷ്ട്രീയ വിവേചനം ഉണ്ടാക്കുക, അതിലെന്തൊരു മുതലെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് നോക്കുക, അതിനുവേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊരു പൊറോട്ട നാടകം കാണുന്നത് പോലെയല്ലേ ഇന്നലെ ആ സംഭവങ്ങളെല്ലാം കണ്ടത്. അവിടെ കുത്തിയിരിക്കുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു, അമ്പലത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ തരത്തിലൊരു വാർത്തയുണ്ടാക്കി വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ അതെല്ലാം നല്ലതാണ്. അതൊന്നും BJPക്ക് മേലെ എടുത്തു വരാൻ പറ്റുന്ന ഒരു ആയുധം പോയിട്ട് ഒരു മുട്ടുസൂചിയുടെ വലിപ്പം പോലും ആ പ്രക്ഷോഭത്തിനോ പ്രതിഷേധത്തിനോ ഇല്ല. നിങ്ങളുടെ ആ രാഷ്ട്രീയ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിനുമില്ല. അപ്പൊ ആ തരത്തിലൊരു പ്രതിഷേധം ഉയർത്താനോ ആ തരത്തിലൊരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാനോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല നിലവിലെ സാഹചര്യത്തിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ തന്നെ ചേർത്ത് നിർത്തി നിങ്ങളുടെ യാത്രകളൊപ്പം ചേർക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമായി നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി കാണാം എന്നുള്ളതല്ലാതെ BJP വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്ന് BJPക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഈ രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. അതിനൊന്നും തെറ്റില്ല, അതാർക്കും അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നേരം വെളുക്കുമ്പോൾ തെറ്റിദ്ധരിച്ചാൽ ആ യാഥാർത്ഥ്യത്തോട് യോജിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഇന്ത്യയുടെ മനസ്സ് ഇന്നലെയും ഇന്നും എന്തെല്ലാം അതിന് യോജിക്കുന്നതാണോ എന്നുള്ളത് പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഇതിൽ BJPക്ക് എന്തിനാ ഭയം, BJP എന്തിനാ വെപ്രാളപ്പെടുന്നത് എന്നുള്ളതല്ലേ. ഞങ്ങൾക്കൊരു വെപ്രാളവും ഈ കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായവും വ്യത്യസ്തമായി സൂചിപ്പിക്കാനുമില്ല. അത് അവരുടെ യാത്രയുടെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നയിച്ചപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, ഈ രാജ്യത്ത് BJP ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പ്രശ്നങ്ങളില്ലാതെ പോകാൻ കഴിഞ്ഞത്. അതാ സംസ്ഥാനങ്ങളുടെ മേന്മ മാത്രമല്ല, കേരളത്തിൽ എത്രയോ പ്രതിഷേധങ്ങളുണ്ടായി നിങ്ങൾക്കെതിരായി, എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾക്കെതിരായി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അപ്പൊ സ്വാഭാവികമായും രാജ്യത്ത് കാശ്മീർ വരെ നിങ്ങൾക്ക് സ്വസ്ഥമായി പോകാൻ കഴിഞ്ഞത് BJP ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ ആളുകൾ യാത്ര നയിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ അഡ്വാനിജിയും ശ്രീ മുരളി മനോഹർ ജോഷിയും എല്ലാം യാത്ര നയിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം നേരിട്ട പ്രതിബന്ധങ്ങളും പ്രതിഷേധങ്ങളും അവരെല്ലാം നേരിട്ട പ്രയാസങ്ങളും എത്രയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങളിപ്പോ കാണിക്കുന്ന പൊറോട്ട നാടകങ്ങൾക്ക് അതിന്റെ ഒന്നും മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ കാശ്മീരിൽ നിങ്ങളുടെ യാത്ര ചെന്നപ്പോൾ സുരക്ഷ കുറച്ചു. സുരക്ഷ കുറയ്ക്കുന്നതിന്റെ കാരണമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ? സുരക്ഷ കൊടുത്തില്ല എന്നൊരു കാരണമില്ലല്ലോ. അദ്ദേഹം സ്വസ്ഥമായി സുരക്ഷയോട് കൂടിയിട്ടല്ലേ ആ യാത്ര പൂർത്തിയാക്കി തിരിച്ചു വന്നത്. മുരളി മനോഹർ ജോഷി കാശ്മീരിലേക്ക് 92-ൽ നടത്തിയ ഒരു യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ യാത്രക്കെതിരെ നടന്നിട്ടുള്ള നിരന്തരമായ അക്രമങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ യാത്രയെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അപ്പൊ BJPക്കെതിരെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. BJP ഭരണകാലഘട്ടം BJP പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് BJP അടിച്ചമർത്താം, BJP പ്രവർത്തകരെ കൊല്ലാം, BJP പ്രവർത്തകരെ നിരന്തരമായി വേട്ടയാടാം. നിങ്ങളുടെ ഒരു നേതാവ് യാത്ര നടത്തുമ്പോൾ റോഡിൽ ആരെങ്കിലും ഒരു പ്രതിഷേധവുമായി വന്നാൽ വലിയ ജനാധിപത്യ ദംശനം ഉണ്ടാകുന്നു എന്നെല്ലാം പറഞ്ഞാൽ ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ പഴയ കാലഘട്ടത്തിലെ വീഡിയോകളും പഴയ കാലഘട്ടത്തിലെ ചരിത്രവും പുതിയ കാലഘട്ടത്തിലെ വീഡിയോകളും എല്ലാം ആളുകൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി ഞാൻ 90 മുതലെ കാര്യം മാത്രം പറയുകയാണ്. 93-ൽ എന്താണ് മണിപ്പൂരിൽ നടന്നത്? മെയ്തേയ് വിഭാഗത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായി എത്ര മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? 150-ലേറെ പേർ മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ആ കാലഘട്ടത്തിൽ ആരാ ഇന്ത്യ ഭരിച്ചിരുന്നത്? ഇതേ കോൺഗ്രസ്സുകാരല്ലേ, ഇതേ ആളുകളിലെ ഇന്ത്യക്ക് ആ സംസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പൊ എന്തായിരുന്നു അവസ്ഥ? ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? സർക്കാർ എന്തെങ്കിലും ഇടപെട്ടുകൊണ്ട് സർക്കാരിൻ്റെതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതേ രാജീവ് ഗാന്ധിയും ഇതേ നരസിംഹറാവുവും എല്ലാം ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മണിപ്പൂരിൽ നിരന്തരമായി കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ ശാന്തതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലങ്ങളിൽ ശാന്തത ഉണ്ടാകുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. ആ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ കുറയുന്നതിന് കോൺഗ്രസിന് യോജിപ്പില്ല. അത് കാശ്മീരിലും അവർക്ക് യോജിപ്പില്ല. രാജ്യം മുഴുവൻ അസ്വസ്ഥമായിരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു പോളിസി. ഈ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് 47-ന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന വർഗീയ പ്രക്ഷോഭങ്ങളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണം. പഞ്ചാബിൽ എത്ര കാലമാണ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എത്ര കാലമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എത്ര കാലമാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്? കാശ്മീരിൽ എത്ര കാലമാണ് ഇതെല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്? വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് പോലും അംഗീകരിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ആ സംസ്ഥാനങ്ങളെ തള്ളിവിട്ടിരുന്നില്ലേ? അപ്പൊ ആ കാലഘട്ടങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ വിഘടിപ്പിച്ചു നിർത്താൻ എപ്പോഴും ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ശ്രമം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ശ്രമത്തെ പരാജയപ്പെട്ടു. ആ രാഷ്ട്രീയ ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ കുറച്ചുകൂടി സമാധാനപരമായി. എവിടെയാണ് കാശ്മീരിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത്? കാശ്മീരിൽ ജനാധിപത്യം തകർന്നു എന്നാണ് കോൺഗ്രസ്സുകാരൻ പറയുന്നത്. എവിടെയാ പ്രശ്നമുള്ളത്? പഞ്ചാബിന്റെ സ്ഥിതി എന്താണ്?
അപ്പൊ നമ്മുടെ രാജ്യത്തെ കലാപങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കലാപം, മണിപ്പൂരിലെ കലാപം നിങ്ങൾ പറയുന്നു, മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള രണ്ട് വിഭാഗീയ ആളുകൾ തമ്മിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നമാണോ? അവിടെ ഉണ്ടായിട്ടുള്ള റിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം ഒരു കലാപത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് പോയി, വലിയ തലത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയി. അതിൽ രാഷ്ട്രീയമുണ്ടോ? അതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നേതൃത്വം കൊടുത്തിട്ടില്ല. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അത് കലാപം എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഒരു പക്ഷേ ആളുകൾ മരണപ്പെടുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ അതിന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്പോൺസർഷിപ്പോ അവരുടെ ആശീർവാദമോ നിലവിലുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടോ? അങ്ങനെ ഒന്നും ആ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമായി കാണാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കണം, രാജ്യത്ത് കലാപങ്ങൾ നിലനിൽക്കണം, രാജ്യത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കണം, ആളുകൾ തമ്മിൽ അസ്വസ്ഥതകൾ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.